പെട്ടെന്ന് ഇഖാമത്ത് ആരംഭിച്ചേക്കുമെന്ന് തോന്നിപ്പോയാൽ സുന്നത്ത് നമസ്കാരത്തിൽ പ്രവേശിക്കാൻ പാടില്ല. കൊടിയ കറാഹത്താണ്. റക്അത്ത് നഷ്ടപ്പെടാനുള്ള വഴിയാകും. അവൻ തുടങ്ങരുത്. തുടങ്ങൽ കറാഹത്താണ് എന്നർത്ഥം. നഫ്ലൻ എത്രയോ ആൾക്കാർ അങ്ങനെ പെടുന്നുണ്ട്. ഇഖാമത്തിനൊരു ടൈം വെച്ചിട്ടുണ്ട്, എന്നാൽ കുത്തനെ അവിടെ നിൽക്കാന്നല്ലാണ്ട് എങ്ങനെ നമസ്കാരത്തിൽ കയറി ഇടയിൽ നിന്ന് ഒരു സുജൂദിലോ ഇരുത്തത്തിലോ ആകുമ്പോഴേക്ക് ഇഖാമത്തങ്ങ് തുടങ്ങൂലേ? പറ്റൂല. നമസ്കരിച്ച് പൂർത്തിയാക്കാനുള്ള വഴി ഉണ്ടെങ്കിൽ മാത്രമേ എന്താക്കാവൂ, ഈ നിയമം എവിടെയുണ്ട്? അവനെ പറയേണ്ട ആവശ്യമില്ല, ഏതൊരാൾക്കും അറിയാം. മുഖീം ആരംഭിച്ച ശേഷം ഫീഹാ, മുഖീം എന്ന് പറഞ്ഞാല് ഇഖാമത്ത് കൊടുക്കുന്ന ആള് ഇഖാമത്തിന്റെ ഒന്നാമത്തെ ഹർഫിൽ തുടങ്ങിയാൽ അല്ല, പെട്ടെന്ന് ഇഖാമത്ത് ആരംഭിക്കും, അപ്പോഴേക്ക് ഇവന്റെ നമസ്കാരം തീരൂല എന്നറിഞ്ഞാലും പറ്റൂല. ഐ യുക്റഹു, ആർക്കാണ് ഈ കറാഹത്ത്? ഈ ജമാഅത്ത് വേണോ എന്ന ആശ ഉണ്ടെങ്കിൽ മാത്രം. ഇത് വേണ്ട, ഇതിന്റെ പിറകിൽ വേറെ ജമാഅത്ത് വരാനുണ്ടെങ്കിൽ ഓനിക്ക് അത് മതിയെങ്കിൽ പിന്നെ പ്രശ്നം ഉണ്ടാ. സഫിന് അതുപോലെ വരുന്നല്ലേ ഉള്ളൂ. ഇവനിക്ക് നഷ്ടം വരാനുണ്ടാ? ഐ വിധി പറ. യുക്റഹു ലിമൻ അറാദ സ്വലാത്ത മഅഹും ദാലിക്കയാണ് കറാഹത്ത്. എന്ത് കറാഹത്ത്? സാധാരണ കറാഹത്ത്, തഹരീമിന്റെ കറാഹത്തല്ല. ഈ സാധാരണ കറാഹത്ത് എവിടെ നിന്ന് കിട്ടി? ദലീൽ എന്ത്? ലിൽ ഖബരി സ്വഹീഹി ഇദാ ഉഖീമത്തിസ് സ്വലാത്തു ഫലാ സ്വലാത്ത ഇല്ലൽ മക്തൂബ. ഇദാ ഉഖീമത്തിസ് സ്വലാത്തു, ഇദാ ഉഖീമത്തിസ് സ്വലാത്തു എന്താണ്? ഫലാ സ്വലാത്ത ഇല്ലൽ മക്തൂബ. മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസ് അബൂ ഹുറൈറ തങ്ങളെ തൊട്ട്. ഇദാ ഉഖീമത്തിസ് സ്വലാത്തുവിന്റെ അർത്ഥം എന്താ? ഇദാ ഉഖിദ ബി ഇഖാമത്തിഹാ, ഇഖാമത്ത് ആരംഭിച്ചു കഴിഞ്ഞാൽ. അതിനോട് ഖിയാസാണ് ഖറുബ ശുറൂഉഹു എന്ന് പറഞ്ഞത്. ഹദീസിന്റെ നസ്സിലേതാ ഉള്ളത്? എങ്ങനെയല്ല, ഇതാ ഇഖാമത്തിൽ നിന്ന് ഫാരിഗായാൽ എന്ന അർത്ഥം ഉണ്ടാവും. ഇത്രയും പറഞ്ഞതിൽ നിന്നൊരു കാര്യം മനസ്സിലായി. അന്നമൻ, തീർച്ചയായും ഒരുത്തൻ, ഇബ്തിദാഅത്തിൽ ഇഖാമത്ത് തുടങ്ങിപ്പോയി, വഹുവ ഖായിമുൻ, നിസ്കാരത്തിൽ തുടങ്ങിയിട്ടൊന്നുമില്ല, ഒന്ന് നിന്നതാണ്. നേരത്തെ പറഞ്ഞിട്ടില്ലേ ഇഖാമത്തിന് മുന്നേ നിന്നൂടാ. ഇവൻ സുന്നത്ത് നിസ്കരിക്കാൻ തരപ്പെട്ട ആളുമല്ല. സുന്നത്ത് നിസ്കരിക്കാൻ ഇവനിക്ക് അധികാരമില്ല. അന്നേരം നേരത്തെ നിന്ന് എന്ന് പറഞ്ഞ പരാതി വരൂലേ? അതിന് വേണ്ടിയിട്ട് ബേക്കോട്ട് പോയിട്ട് ഇനി എണീച്ച് വരണോ? അതാ ചോദ്യം. ഇങ്ങനെ അന്നവൻ ഇബ്തിദാഅത്തിൽ ഇഖാമത്തു, ഏത് സ്ഥിതിയിൽ അന്നേരം മോൻ ഇരിക്കലല്ല, അതേപോലെ നിന്നോ, അല്ലാതെ ഇരുന്നിട്ട് വീണ്ടും എഴുന്നേൽക്കലല്ല. ഇരുന്നിട്ട് വീണ്ടും എഴുന്നേൽക്കുന്നത് ഏത് വഹുവിന്റെ മേലെയാ? ഇഖാമത്തിന് മുമ്പേ നിൽക്കല് പാടില്ലല്ലോ. വലായഖൂമു എന്ന് പേടിച്ചിട്ട് ഇരിക്കുകയും പിന്നീട് നിൽക്കുകയും ചെയ്യണം. വേണ്ട, പിന്നെന്ത് മതി?
ലിയന്നഹു യുസ്ഗിലുഹു അൻ കമാലിൽ ഇജാബ. ഇടയിൽ നിന്നൊരു ഇരുത്തവും പിന്നീട് എഴുന്നേൽക്കലെല്ലാകുമ്പോൾ ഇജാബത്തിന് അലങ്കോലം വന്നു പോകും. അതുകൊണ്ട് കുത്തനെ നിന്നുകൊണ്ട് ഉണ്ടാക്കിക്കോ. അപ്പൊ കറാഹത്ത് വരാം ഇവനിക്ക് ഇല്ല. ആരെപ്പോലെയാണ് ഇവനാകല്? മത്തിനിൽ 321 പറഞ്ഞില്ലേ? മത്തിനിൽ എന്താ പറഞ്ഞു? വലായ ഖൂമു അപ്പൊ ഇവനെന്താവും? ഇരുന്നിട്ട് രണ്ടാമത്തെ എണീച്ചാൽ അതുപോലെയാവും. ഫഹുവൽ ജാലിസി ഇരിക്കുന്നവൻ എണീച്ചിക്കൻ പോലെയായി. മത്തിനിൽ പറഞ്ഞ രൂപത്തിൽ. മത്തിനിൽ എങ്ങനെയാ പറഞ്ഞു? അപ്പൊ ഇരുത്തത്തിലുണ്ടായ ആൾ എണീച്ചിരിക്കുന്ന പോലെയായി. ആര്? നൃത്തത്തിലുണ്ടായ ആള് ജാലിസിലേക്ക് പോയിട്ട് രണ്ടാമത് വരുമ്പോ അത് മൻഹിയായില്ലേ? ഹിയാസാക്കി മനസ്സിലാക്കി പോവുക. ഇവൻ ഇരുന്നിട്ട് രണ്ടാമത് എഴുന്നേറ്റാൽ ഏതുപോലെയാവും? ഇഖാമത്ത് കൊടുക്കാൻ തുടങ്ങുന്ന നേരത്ത് ഏത് അവസ്ഥയിലുണ്ടോ അതേപോലെ ഉണ്ടായിക്കോട്ടെ എന്നല്ലേ പറഞ്ഞത്. അപ്പൊ എന്താ വേണ്ടി? അല്ലാണ്ട് ഓൻ ചേഞ്ച് ആക്കിയാൽ ആരെ പോലെയാവും? ഇനി അവനായിപ്പോയാൽ ഫീഹി നഫിലിൽ തുടങ്ങിപ്പോയിരുന്നു. അന്നേരാണ് എന്ത് നടക്കുന്നത്? ഇഖാമത്തിന്റെ ഇടയിൽ അവൻ നഫിലിൽ പെട്ടുപോയാൽ എന്താ ചെയ്യേണ്ടത്? ലിമിറ്റഡ് സ്റ്റോപ്പ് ആക്കിയിട്ട് എങ്ങനെയെങ്കിലും പൂർത്തിയാക്കലാണ്. അതിൻ്റെ അത്ര ഹൈർ വേറെ ഇല്ല, ഉറപ്പ്. വളരെ പെട്ടെന്ന് തന്നെ ഒപ്പിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ വേണ്ടത്. സവാഉൻ അറാത്തിബത്തു വൽ മുത്ലഖത്തു. മുത്തലഖായ സുന്നത്ത് നമസ്കാരം റാത്തിബത്താകുമ്പോൾ പിന്നെ കരുതിയ റക്കാത്ത് ഉണ്ടാവില്ലേ? ആ റക്കാത്ത് തന്നെ എത്തിക്കണം. വൽ മുത്ലഖത്തു ഇതാണ് ആദത്. ആദത് കരുതിയ മുത്തലഖത്തു. ആദത് കരുതിയ മുത്തലഖത്താത്തമ്മോ കരുതിയ അത് തന്നെ പൂർത്തിയാക്കി. റാത്തിബത്തിന് പിന്നെ ആദത് കരുതിയിട്ടേലുണ്ടാവും. ഇതോ വൽ മുത്ലഖത്തു ഇതാണ് ആദത്. ആദത് ഫിക്സ് ആക്കി പോയിന് എന്നാ അവൻ എന്താ നല്ലത്? എന്നാല് രണ്ടരക്കാത്തിന്റെ മേലെ ചുരുക്കല അത്തമല്ല. രണ്ടരക്കാത്തിന്റെ മേലെ ചുരുക്കൽ ഇല്ലം യക്സഫൗതൽ ജമാഅ. ഇതെല്ലാം പറഞ്ഞു വരുന്നത് എവിടെ മാത്രം അല്ല. രണ്ടരക്കാത്തിന്റെ മേലെ ചുരുക്കൽ എന്ന് പറഞ്ഞാല് അവിടെ ഒരക്കാത്തും പറ്റുമല്ല, രണ്ടിലേക്കും എത്തിക്കണമെന്നില്ലല്ലോ. രണ്ടും വേണ്ടതുണ്ടാ. ഒന്നേ ആയിട്ടുള്ളൂവെങ്കിൽ മുത്തലഖായ സുന്നത്ത് നമസ്കാരം ഒരക്കാത്തും പറ്റുമല്ല. അതാണ് ആയി അത് അലാ റക്കയത്തിനലാമായി എത്തി. നിഹായ വസിം നിഹായിലും ഇബ്നു ഖാസിമിലും പറയുന്ന രണ്ടിലേക്ക് എത്തിക്കണം എന്ന് പറഞ്ഞാല് മുത്തലഖായ സുന്നത്ത് രണ്ടേ പറ്റുള്ളൂ എന്ന കൗല് പിടിച്ചിട്ടാണ്. ഇങ്ങനെ ഉണ്ടാ? പിന്നെ ഇവനത് കരുതിന ഇല്ല. അപ്പം പിന്നെ ഒരക്കാത്തിന് എത്തിച്ചാലും മതിയല്ലോ. പക്ഷേ അത്തമ്മ് രണ്ടരക്കാത്താന്ന് പോലും. അതുകൊണ്ടാണ് ഉത്തുജിഹൽ ഇഖ്തിസാർ അലാ റക്കാത്തൈനി പറഞ്ഞത്. ഇതെല്ലാം സംസാരിക്കുന്ന ആരെ വിഷയത്തിലാണ്? ഫൗതൽ ജമാഅത്തീന്ന്. ജമാഅത്ത് നഷ്ടപ്പെടില്ല എന്ന് കണ്ടാലാണ്. ജമാഅത്ത് നഷ്ടപ്പെടുമെന്ന് കണ്ടാൽ കൈ ആൾക്കാരുണ്ട്, വേറെ വഴിയില്ല. അല്ല ജമാഅത്ത് ഭംഗിയായി കിട്ടല്. ആ എന്നാലേ ഇങ്ങനെല്ലാം ആക്കിയിട്ട് വരും. അല്ലെങ്കിൽ ഇളക്കി കളയുന്നതാണ് ഇതിൽ പങ്കെടുക്കാൻ, ഇബ്തിദാ മുതൽ പങ്കെടുക്കാൻ. എന്തും കിട്ടിയാൽ പോരാ, അത് കിട്ടുമെന്ന് ഉറപ്പല്ലേ? എന്തിനാണ് ഇത് പൂർത്തിയാക്കിയിട്ട് വേഗത്തിൽ ജമാഅത്തിന് പാഞ്ഞു കയറുന്നത്? ഈ ഏറാസിഹിയൽ ഫളീലത്തൈനി, രണ്ട് ഫളീലത്തും അവൻ സമ്പാദിച്ചല്ലോ. ഫളീലത്തുൽ നഫ്ലും കിട്ടി, ഫളീലത്തുൽ ജമാഅത്ത് കിട്ടിയില്ലേ? ഇനി വയത്തജി ഇടയിൽ നിന്ന് കഥ പറ. മുത്തലഖത്തിന്റെ കാര്യം സംസാരിക്കും. അൽ ഇഖ്തിസാറു അലാ റക്അത്തൈനി അഖ്ദം മിമ്മാ യഅതി ഫിൽ ഫർളി. എന്താണ്? എന്തായാലും രണ്ടിന്റെ മേലെ മതിയാക്കലാണ്.
നാഫിലത്ത് മുത്തലക്കത്തിൽ. അഹ്ദം മിമ്മായത്തി ഫില്ലർവി 324 ഫർദിന്റെ കാര്യം വരുന്നുണ്ട്. രണ്ടിൻ്റെ മതിയാക്കി കളയും. ആ അപ്പം നാഫിലത്ത് മുത്തലക്കത്തിൽ എങ്ങനെയാ 324 പറയുന്നുണ്ട്. അല്ല ഇഖ്തിസാർ ഫർദിന്റെ അടുത്ത് അല്ല ഇഖ്തിസാർ അഹ്ദം മിമ്മായത്തി എന്ന് പറഞ്ഞാൽ രണ്ടിന്റെ അപ്പുറം ഇല്ല. ഇത് ആദ്യം പറഞ്ഞതിനെതിരാണ്. ആദ്യം പറഞ്ഞെന്താ? ആ അപ്പോ ഏറാൻ സാധ്യത ഉണ്ടല്ലോ രണ്ടിനേക്കാണേ. വേണ്ട ഫർദിന്റെ അടുത്ത് പോലും പറഞ്ഞിട്ടുണ്ട് എന്ത് 324 അല്ലേ? അപ്പം പിന്നെ ഇവിടെ 2 കൊണ്ട് തന്നെ മതിയാക്കിയാൽ വേണ്ടി. ഫൈങ്കാന ഫി റാത്തിബത്തിൻ ഇനിയോ റവാത്തിബിലാണ് തുടങ്ങിയെന്ന് വെച്ചോ. ആടാ നേരത്തെ വിധി പറഞ്ഞത് അടിയും പറയാനുണ്ട്. കാക്സരിൽ വിത്തിരി പരമാവധി ഓ കരുതി നിർണയിച്ചിട്ടുണ്ട് എന്നെങ്കിൽ ഫഹൽ യുസന്നു ഖൽബുഹാ നാഫിലത മുത്ലഖ വയക്തസിറു അലാ റകഅത്തൈനി അഖ്ദം മിൻ ദാലിക അയ്ളൻ ഔ യുഫറഖൂൻ ഫഇൻ കാന ഫീ റാത്തിബത്തിൻ പറഞ്ഞോ കാക്സരിൽ വിത്തിരി ഫഹൽ യുസന്നു ഖൽബുഹാ നാഫില ഈ റാത്തിബത്തിനെ എന്താക്കി മറിച്ചക്കല് ബഹുമാനം കുറച്ചിട്ട്. ആ കാരണം മുത്തലക്കായ സുന്നത്തിലല്ലേ എണ്ണം കുറക്കലും ഡൗൺ ആക്കലല്ലേ ഉള്ളൂ. ഇത് നിശ്ചയിക്കപ്പെട്ട പ്രത്യേകമായ റക്കാത്തല്ലേ. നമ്മൾ ഇവിടുന്ന് എന്തെങ്കിലും കാട്ടിക്കൂട്ടാൻ കഴിയോ? അപ്പൊ എന്താ ചെയ്യേണ്ടത്? എന്നിട്ട് വയക്തസ്റക്കാത്ത മുത്തലക്കാക്കി മാറി കിട്ടിയാ പിന്നെ എന്ത് മതി? ആ അഹ്ദം മിൻ ദാലിക നേരത്തെ പറഞ്ഞതിൽ മിന്ദാലിക്ക എന്ന് പറഞ്ഞാൽ മിമ്മായത്തി 324 ഇബ്നു ഖാസിമിലേതാ മിന്ദാലിക്ക എന്ന് പറഞ്ഞാൽ മിമ്മായത്തീൻ 324 തന്നെ മിന്ദാലിക്ക അതായത് മിമ്മായത്തി. നേരത്തെ മിമ്മായത്തി പറഞ്ഞില്ലേ? ആ അപ്പൊ ഫർദിനെ പോലെ എന്നായി. ഫർദിന് പോലും 4 റക്അത്ത് വെച്ച ഫർദ് 2 ആക്കി മാറ്റിയില്ലേ? അപ്പൊ ഫർദിന്റെ സ്ഥാനത്ത് ഏതിനെയും കയറ്റി ഔ യുഫ്റഖു അല്ല ഫർക്കാക്കപ്പെടാൻ വേണ്ടി വ്യത്യാസം പറയില്ല. ഫർദിന്റെ ഇടയിൽ ഇവിടെയും വ്യത്യാസമുണ്ട്. എന്ത് അന്നൽ ഫർദ ജിൻസുൻ മുഗായിറുൻ ലിന്നഫ്ലി മിൻ കുല്ലി വജ്ഹിൻ. ഫർദ് എന്ന് പറഞ്ഞാൽ നഫ്ലുമായിട്ട് എല്ലാ നിലയും വ്യത്യാസമാണ്. വാംകനൽ ഖൽബു ഇലൈഹി അടാ ഖൽബ് സാധിക്കും ഫർദിൽ വയതി ഫീഹി തഫ്സീലുൽ ആതി താഴെ പറയുന്ന തഫ്സീലും നടക്കും. എവിടെ? ഫർദിൽ ബിഖിലാഫി റാത്തിബത്തി വൽ മുത്ലഖത്തി. എന്തിനും എതിരായിട്ട് ഇതിൽ ഫർഖുകാരാ പറയും. എന്തിനും അടെന്താ ഒന്നും പറ്റൂലല്ല. ഫലം ഇല്ലെന്നുള്ളൂ ലിഫൗത്തിൽ ജമാഅത്തി വാദിബി അവിടെ എന്തേ നമുക്ക് വീക്ഷിക്കാൻ പറ്റുള്ളൂ അതത് കരുതി ഉറപ്പിച്ചിട്ടുണ്ട് പോലും. അവിടെ എന്തേ ഇനി നിർവാഹമുള്ളൂ നോക്കല് ഉണ്ടെങ്കിൽ കൈയാക്കിയാക്കല് ഇല്ലെങ്കിൽ പൂർത്തിയാക്കല്. ഇങ്ങനത്തെ മറിക്കുന്ന രൂപയില്ല. ഒരു സ്റ്റേജിൽ നിന്ന് പിന്നെ സ്റ്റേജിലേക്ക് മറിക്കാൻ ഇവിടെയില്ല. ആടെ ഉണ്ട്. ഫർദിൽ നിന്ന് വീണാലി എടുത്തേക്ക് പോകുമോ? നഫ്ലിലേക്ക് പോകുമോ? ഇവിടുന്ന് അടുത്തേക്കാ പോകല് കമാ തഖററ കുല്ലും വത്തഖ വസാനി അഖ്റബു ഇലാ കലാമിഹി. എന്തായാലും രണ്ടാമത്തേതാണ് അഖ്റബ്. എന്താ ഫൗത്തുൽ ജമാഅത്ത് നോക്കണം. ആ ഫൗത്തുൽ ജമാഅത്തിനനുസരിച്ച് ചെയ്യാനേ പറ്റൂ. അല്ലാണ്ട് ആളെ മാറ്റി മറിക്കലൊന്നും ഇല്ല. എന്തായാലും ഫൈൽ ഖശിയ ഫൗതഹ എന്ത് നഷ്ടപ്പെടുമെന്ന് കണ്ട് ജമാഅത്ത് പോകും. ഏത് സ്ഥിതിയിൽ വലിയ മശ്റൂഅത്തുല്ലോ ഇവന് ശരാക്കപ്പെട്ടതുമാണ്. വെറുതെ കൂടുന്നതല്ല. വെറുതെ ജമാഅത്തിന് കൂടലില്ലേ? അതല്ല. അതായത് അതായിന്നല്ലേ അതായി ജമാഅത്ത് വേണ്ടത്. ഇവൻ ഖളാ വിട്ടുന്ന നമസ്കാരവും ഒന്നും മറ്റേതും അങ്ങനെയല്ല. പിന്നെ തുടരൽ എന്തായിട്ടുണ്ട്? ആ
തുടരൽ ചെറയില്ലാണ്ട് വെറുതെ പിന്നിലേക്കലുണ്ടല്ലോ, അങ്ങനത്തെ ജമാഅത്തല്ല പറയും. അല്ല, അത് നഷ്ടപ്പെടും. ഇന്നത്തമ്മു എപ്പം നഷ്ടപ്പെടും? ഈ സുന്നത്തിനെ പൂർത്തിയാക്കിയത്. എന്താ നഷ്ടപ്പെടൽ എന്ന് പറഞ്ഞാൽ ഖബല ഫറാഗിഹി മിൻഹു. അങ്ങനെ അർത്ഥം. യുസല്ലിമൽ ഇമാമു സലാം വീട്ടു ഖബല ഫറാഗിഹി മിൻഹു എന്നാ ഖതാഹു തന്നെ വ്യത്യാസമില്ല. മറ്റേ ജമാഅത്ത് നഷ്ടപ്പെടും എന്നാണ് പേടിയെങ്കിൽ ഖതാഹു മാലം യഗ്നി വലാ വന്നിഹി വുജൂദ് ജമാഅത്തിൻ ഉഖ്റാ. ഇതിന്റെ പുറകിൽ വേറെ ജമാഅത്ത് വരുമ്പോ ഒന്ന് കണ്ടാലൊഴികെ എന്നാലോ ഫയുത്തിമ്മുഹു ഏതിനെ പൂർത്തിയാക്കണം? എന്നിട്ടോ ഇത് പോയിക്കോട്ടെ എന്ന് വെക്കണം. ഇത് പോകുന്ന പോട്ടെ, ഇത് വേണ്ടേ വേണ്ട, നമുക്ക് ഏതന്നെ കിട്ടൂ. കമാ അഫ്ഹമഹു അൽ മത്നു വിചാരി അൽ 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 ജമാഅ ജിൻസിന്റെ ജമാഅത്തല്ലേ അൽ ജമാഅ. അപ്പൊ എന്തായി? അപ്പൊ ജമാഅത്ത് പൗത്താലോ? ഇപ്പൊ പൗത്തില്ലല്ല, വേറെ കിട്ടാനുണ്ടെങ്കിൽ പൗത്തുണ്ടാ? അൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ഏത് ജമാഅത്തും പെടുമല്ലോ. അപ്പം വരാനിരിക്കുന്ന ജമാഅത്ത് പൗത്തുണ്ടാ? വൽ കലാമു ഫീ ഗൈരിൽ ജുമുഅ. ഇത്രയും സംസാരം എന്തിനെ പറ്റിയാ? അമ്മാ ഫീഹ എന്ത് കിട്ടാൻ വേണ്ടി? അല്ലെങ്കിൽ ഇവൻ കള്ളനാവൂലേ? ഇവൻ ജുമാന്റെ അധികാരിയാണെങ്കിൽ അല്ലെങ്കിൽ വേണ്ട അല്ലേ? ഇത്തരം പറഞ്ഞത് നഫ്ലി എന്ന് പറഞ്ഞത് കൊണ്ട് പുറപ്പെട്ടു. അൽ ഫർളു ഫൈദാ കാന അവനായാൽ ഫീ തിൽക്കൽ ഹാദിറത്തി തുടങ്ങിയ ഫീ തിൽക്കൽ ഹാദിറ ഇവിടെ എന്താണോ നടക്കാൻ ഉദ്ദേശിക്കുന്നത് അതേ നമസ്കാരത്തിലാണ് ആര്? ഇയാള് മുൻഫരിദായിട്ട്. ഇവിടെ ജമാഅത്തുള്ളത് അറിയൂല അവന്. ഇതേ നമസ്കാരത്തിലാണ് ആരുള്ളത്? മുൻഫരിദ്. ഫഖാമ ലിസാലിസതിഹാ അതമഹാ നദ്വാ. ദയവ് ചെയ്ത് അത് അലങ്കോലപ്പെടുത്തല്ല. എന്താ വേണ്ടി? ഐ ഇല്ലം യഖ്ശ ഫൗതൽ ജമാഅ കമാ ഹുവ ളാഹിറു മിമ്മാ യൗതി. അവന് പറയാനില്ല ജമാഅത്ത് ഫൗത്താവുന്ന മുറിക്ക് തന്നെ വേണം, അല്ലെങ്കിൽ ചുരുക്കണം. അതിന്റെ ബി പറഞ്ഞു തരും. ജമാഅത്ത് കിട്ടും വല്ലതും, എന്നാലും പൂർത്തിയാക്കണം. ഫഖബലൽ ഖിയാമി ലഹാ ഫഖബലൽ ഖിയാമി ലഹാ പറഞ്ഞോ. നിന്നിട്ടില്ല എങ്കിൽ യഖ്ലിബുഹാ നഫിലൻ. പൂർത്തിയാക്കൽ മാത്രമല്ല, മൂന്നിലേക്ക് നിന്നവർക്ക് അത്തമഹാനതുബൻ എന്ന് പറഞ്ഞത്. ഇത് എന്ത് വേണം? രണ്ടാക്കി ചുരുക്കണം, സുന്നത്താക്കി മറിക്കുക. എന്നിട്ട് മാലം യഖ്ശ ഫൗതൽ ജമാഅത്തി ലൗ സല്ലാഹുമാ. ഈ രണ്ട് പൂർത്തിയാക്കിയാലും ജമാഅത്ത് നഷ്ടപ്പെടും, വേറെ ജമാഅത്ത് കിട്ടുകയും ചെയ്യില്ല എന്ന് കണ്ടാലൊഴികെ. അന്നേരം ഫർദ് മുറിക്കാൻ പാടില്ല എന്ന നിയമത്തിൽ നിന്ന് പോയി. ആ നിയമം ഇനിയില്ല, ഇടില്ല. അല്ല, ഫർദിൽ തുടങ്ങിയാൽ മുറിക്കാൻ പാടില്ല എന്നില്ലേ? എന്ന് പറഞ്ഞില്ലേ? 1324 324 ആ മസാല ഉള്ളത്. മിമ്മായത്തി എന്ന് പറഞ്ഞ 324 മനസ്സിലായാ? വലോ കശിയ ഫൗതൽ വക്തി, വക്ത് തന്നെ നഷ്ടപ്പെടും ഇത് മുറിച്ചാൽ, അല്ലെങ്കിൽ കൽബാക്കിയാൽ. ഓന് വേറെ ജമാഅത്തിൽ കൂടുന്നുണ്ടല്ലോ, അന്നേരം അതായിട്ട് പൂർത്തിയാക്കാൻ കഴിയില്ല. ഇത് മുറിച്ചിട്ട് ഇപ്പൊ എങ്ങനെയെങ്കിലും ഇവനെ അടിച്ചു തീർത്തു കഴിഞ്ഞാൽ ഇവനിക്ക് വക്തിൽ തന്നെ കള്ളാകാണ്ട് കിട്ടും എന്ന് കണ്ടാൽ ഹർമ. വൈകാന ഫി ഫായിത്തത്തിൻ, ജമാഅത്ത് നടക്കുമ്പോൾ അവൻ ഒരു ഫർദ് നമസ്കാരത്തിലാണ് ഉള്ളത്, ഖളാ വിട്ടുന്ന ഫർദ് നമസ്കാരത്തിൽ. എന്നാൽ ഹർമ ഖൽബുഹാ നഫിലൻ വഖത്തുഹ ഒന്നും പറ്റൂല. ജമാഅത്ത് പോയി എന്ന് പറഞ്ഞിട്ട് പോകുന്നത് പോയിക്കോട്ടെ, അവനിപ്പോ എന്തിനാ ഉള്ളത്? ലിഅന്ന തിൽക്കൽ ജമാഅ ഗൈറു മശ്റൂഅത്തിൻ ഫീഹാ.
ഈ കിട്ടുന്ന ജമാഅത്ത് അവൻ നമസ്കരിക്കുന്ന നമസ്കാരത്തിന് ഈ ജമാഅത്ത് മതിയാവോ? ഇല്ല. ആ വയജിബ് ഖൽബുഹാ നഫിലൻ വയജിബ് ഖൽബുഹാ നഫിലൻ ഇൻ ഖശിയ ഫൗതൽ ഹാദിറ. ഹാദിറ നിസ്കാരം ഫായിത്തത്ത് പൂർത്തിയാക്കിയാൽ ഹാദിറത്തിൽ നിന്ന് വല്ലതും പുറത്തു പോകും എന്ന് കണ്ടാലോ? ഖൽബ് നിർബന്ധം. കമാ ഫമു ഖൗലുൽ മജ്മൂഇ സല്ലമ മിൻ റകഅത്തൈനി ലിയസ്തഗ്ല ബിൽ ഹാദിറ എന്ന് പറഞ്ഞത് അതാണ്. ഹാദിറത്ത് ചെയ്യാൻ വേണ്ടി അതെവിടെയാണ്? ഈ സാഹചര്യത്തിൽ വല്ലാഹിറുൻ അന്ന ലഹു ബഅദ ഖൽബിഹാ നഫിലൻ ഖത്വഹ. നഫിലാക്കി മറിച്ചു കഴിഞ്ഞാൽ തന്നെ അത് പൂർത്തിയായിക്കൊള്ളണമെന്നുണ്ടാ? ഇല്ല. 2 റകഅത്ത് നഫിലാക്കി മറിച്ചിട്ട് ആ മറിച്ച സ്ഥിതിക്ക് മുറിച്ചൂടെ? ഓ മുറിക്കാനല്ല തീരുമാനിച്ചത്, പിന്നെ രണ്ടിൽ ചുരുക്കാൻ എന്നിട്ട് ടൈം ഓവറായി പോയി. എന്നാല് കത്ത് പറ്റും. വലിയ പണ്ടെന്നെ കത്തിനൊരുങ്ങിക്കൊള്ളണം, കൽബ് പറ്റൂല. ഇതാ തവക്കഫൽ ഇദ്റാഖു അലൈഹി, ഇദ്റാഖുൽ ഹാദിറത്ത് കത്തിന്റെ മേലെ നിലകൊണ്ടുപോയാൽ കത്ത് തന്നെ വേണം. കത്ത് തന്നെ വേണം. വൽ ഹാസിലു ടോട്ടൽ പറഞ്ഞു അന്നഹു ഇന്നംകനഹുൽ ഖൽബു ഇലാ റകഅത്തൈനി, 2 റകഅത്തിലേക്ക് കൽബാക്കാൻ കഴിയും. വഇദ്റാഖുൽ ഹാദിറത്തി ബഅദ സലാമി മിൻഹുമാ എന്നാ വജബ. കാരണം ഇത് ഫർളല്ലേ. ഇന്നംകനഹുൽ ഖൽബു ഇലാ റകഅത്തൈനി വഇദ്റാഖുൽ ഹാദിറത്തി ബഅദ സലാമി മിൻഹുമാ വജബ. മാ അലൈഹി അമലു ഖൗലുൽ ഖാദി الذي يقره عليه في المجموع أنه يحرم خطوها وإلا قلب إلى ركعتين يفوت الحاضرة. 2 റകഅത്ത് നമസ്കരിച്ചാൽ പോലും ഹാദിറത്ത് പോത്താവും. എന്നാ വജബൽ ഖത്ഉ അലൈഹി അമലു മാ ഖദ്ദംതു വഇല സ്വലാത്തി. അതാണ് 1440 പറഞ്ഞത്. അന്നഹു യജിബു ഖത്ഉഹാ, അന്നഹു യജിബു ഖത്ഉഹാ എന്ന് പറഞ്ഞിട്ടില്ലേ? എല്ലാം പൂർത്തിയായി. അതെ, തബഅലി ശൈഖിനാ വഗൈരി 1440 അന്നഹു യജിബു ഖത്ഉഹാ എന്ന് പറഞ്ഞത് ആ രൂപത്തിലാണ്. ഉണ്ടില്ലേ?